KSKTU ഓച്ചിറ കിഴക്ക് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആത്മാഭിമാന സംഗമം നടത്തി. വയനകം ഇടവന കുറ്റിയിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. പെൻഷൻ കൈക്കൂലിയല്ല അഭിമാനമാണെന്നും ലൈവ് ഭവന പദ്ധതി വ്യാമോഹിപ്പിക്കൽ പദ്ധതിയല്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടുമാണ് KSKTU ഓച്ചിറ കിഴക്ക് മേഖലാ കമ്മിറ്റി ആത്മാഭിമാന സംഗമം സംഘടിപ്പിച്ചത്. വയനകം ഇടവനക്കുറ്റിയിലായിരുന്നു പരിപാടി. KSKTU കൊല്ലം ജില്ലാ ജോയിന്റ് സെക്രട്ടറി PB സത്യദേവൻ ഉദ്ഘാടനം ചെയ്തു. മഹാഭൂരിപക്ഷം വരുന്ന ജനത ഈ കേരളത്തിലെ ഇന്നുള്ള 3.25 കോടി മലയാളികളിൽ പാവപ്പെട്ടവരിൽ കുറച്ചുപേർക്കേ ഉള്ളൂ സ്വന്തമായി ഭൂമിയില്ലാത്തവരാണ് മഹാഭൂരിപക്ഷവും. അവർ സംഘടിച്ചു ജന്മിപ്രമാണിമാരെ അടിച്ചോൽപ്പിച്ച് ഉജ്ജ്വലമായ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി അന്നത്തെ പോലീസും അന്നത്തെ ഭരണകൂടവും ഈ പാവപ്പെട്ട തൊഴിലാളികളെയും കർഷക തൊഴിലാളി നേതാക്കന്മാരെയും പിടിച്ച് ജയിലിലടച്ചു. 3-3.5 മാസക്കാലം ആ മിച്ചഭൂമി സമരത്തിൽ പങ്കെടുത്ത 100 കണക്കിന് തൊഴിലാളികളെ ജയിലിലായിരുന്നു. നമ്മുടെ ഓച്ചിറ പഞ്ചായത്തിൽ എത്രയോ പേർ? ഒന്ന് എന്റെ പിതാവ് PN ഭാസ്കർ, ഒന്ന് സരോജിനി സഖാവ്, ഒന്ന് സോയാമ സഖാവ്, അങ്ങനെ നീണ്ടുപോകുന്നു. എത്രയോ പേർ ദീർഘകാലം ജയിലിലായിരുന്നു. അവർ ജയിൽ മോചിതരായത് ഈ പാവപ്പെട്ട തൊഴിലാളികൾക്ക് 10 സെന്റ് കുടിയടപ്പകാശം നേടിക്കൊണ്ടാണ്. തീർന്നോ? 10 സെന്റ് ഭൂമി കിട്ടിയാൽ അവർക്ക് വീടായോ? വീണ്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടി വരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെ ഈ 10 സെന്റ് കിട്ടിയവർക്ക് എന്ത് കൊടുത്ത്? വീട് നിർമ്മിക്കാൻ കൊടുത്തു. അതാണ് ലക്ഷം വീട്. ഓച്ചിറ പഞ്ചായത്തിൽ എത്ര ലക്ഷം വീടുകൾ ഉണ്ടായിരുന്നു അറിയാവോ? ഞെക്കനാലും മടത്തിക്കാരായ്മയും വലിയകുളങ്ങരയും പായിക്കുഴിയും ചങ്ങൻകുളങ്ങരയും എല്ലായിടവും ലക്ഷം വീടായിരുന്നു. സിന്ധു മഹേഷ് അധ്യക്ഷത വഹിച്ചു. S സുരേഷ് കുമാർ, അഡ്വക്കേറ്റ് N അനിൽകുമാർ, K സുഭാഷ്, ബാബു കൊപ്പാറ, P ബിന്ദു, B ശ്രീദേവി, ശ്രീധരൻ പാണിന്തറ എന്നിവർ പങ്കെടുത്തു. അവശത അനുഭവിക്കുന്ന കർഷക തൊഴിലാളിക്ക് ആശ്വാസം നൽകാൻ ഒരു പദ്ധതി ഉണ്ടാകണം. നമ്മൾ നിരന്തര സമരം നടത്തിയതാണ്. നമുക്കറിയാം 57-ലെ ആദ്യത്തെ EMS ഗവൺമെന്റ് ആശ മുന്നോട്ട് വെച്ചു. പക്ഷെ നമുക്ക് പ്രാപ്തമാക്കാൻ കഴിഞ്ഞത് 1980-ലെ നയനാർ മുഖ്യമന്ത്രി ആയപ്പോഴാണ്. അന്ന് നമ്മുടെ വേതനം, നമ്മുടെ പെൻഷൻ 45 രൂപയാണ്, ഒരു ദിവസം 1.5 രൂപ. ഇപ്പോ നമ്മൾ അതിനെപ്പറ്റി ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പോ 1600 രൂപയാണ്. ഇതെങ്ങനെ വർദ്ധിച്ച്? കേരളത്തിൽ അധികാരത്തിൽ വന്നിട്ടുള്ള ഗവൺമെന്റുകൾ എല്ലാം ഒരുപോലെയാണോ? ന്യൂസ് ബ്യൂറോ, ഓച്ചിറ.